കണ്ണൂർ ഇരിട്ടി എടക്കാനം റിവർ വ്യൂ പോയിന്റിൽ ഗൂണ്ട ആക്രമണം. നാട്ടുകാർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. 5 പേർക്ക് പരിക്കേറ്റു. 3 വാഹനങ്ങളിലായാണ് അക്രമി സംഘം എത്തിയത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എന്തിനാണ് ഇവർ നാട്ടുകാരെ ആക്രമിച്ചത്? പ്രജിൻ, ഇന്ന് വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. ഇരിട്ടി എടക്കാനം വ്യൂ പോയിന്റിലാണ് ഈ ഗുണ്ടാക്രമണം ഉണ്ടായതായി പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നത്. 5 നാട്ടുകാർക്കാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇതുമായി ബന്ധപ്പെട്ട് ഇരിട്ടി പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. അവിടെ ഇന്ന് ഉച്ചക്ക് ഈ ഉച്ചക്ക് ഉണ്ടായ ഒരു സംഭവത്തിന്റെ തുടർച്ചയായിട്ടാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അവിടെ മട്ടന്നൂർ സ്വദേശികളായിട്ടുള്ള ഒരു കുടുംബം ഈ വ്യൂ പോയിന്റിൽ എത്തിയിരുന്നു. അതിനിടെ കാക്കയങ്ങാട് സ്വദേശികളായിട്ടുള്ള യുവാക്കൾ ആ കുടുംബമായി എത്തിയ അവരിൽ ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറി. അത് അവിടെ നാട്ടുകാർ ഉൾപ്പെടെ അത് ചോദ്യം ചെയ്യുകയും ഈ കുടുംബത്തിലുണ്ടായിരുന്ന മറ്റൊരാൾ അതുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിൽ യുവാക്കളുമായി ഏർപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഇന്ന് ഉച്ചക്ക് അവിടെ ഉണ്ടായിരുന്നു എന്നതായാണ് പറയപ്പെടുന്നത്. അതിനുശേഷം ഈ കാക്കനാടുള്ള യുവാക്കൾ അവർ വൈകിട്ട് കൂടുതൽ ആൾക്കാരുമായി അവിടെ എത്തി. ഈ മട്ടന്നൂരുള്ള ആ കുടുംബത്തെ തേടിയാണ് അവർ എത്തിയത്. അതിനുശേഷം അവിടെയുള്ള നാട്ടുകാരുമായി പ്രശ്നത്തിൽ ഏർപ്പെടുന്നു. നാട്ടുകാരിൽ 5 പേരെ ഇത് ചൂണ്ടിക്കാണിച്ച് മർദ്ദിക്കുകയും ആക്രമിക്കുകയും ചെയ്തു. അതിനുശേഷം കൂടുതൽ നാട്ടുകാർ സംഘടിച്ചെത്തി ഇവരെ തടയാൻ ശ്രമിച്ചു. അതിനിടെയാണ് ഇവർ ഈ വാഹനം എടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. 3 വാഹനങ്ങളിലായാണ് ഈ ഗുണ്ടാ സംഘം എത്തിയത്. അതിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് പോലീസ് അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഷുഹൈബ് വധക്കേസിലെ പ്രതി ദീപ് ചന്ദിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഗുണ്ടാ ആക്രമണം ഉണ്ടായതെന്നാണ് പോലീസ് പറയുന്നത്. ദീപ് ചന്ദ് ഷുഹൈബ് വധക്കേസിലെ 2ാം പ്രതിയാണ് ഈ ദീപ് ചന്ദിന്റെ നേതൃത്വത്തിൽ. നേരത്തെ ആകാശ് തില്ലങ്കേരി സംഘത്തിലൊക്കെ ഉൾപ്പെട്ട ആളാണ് ദീപ് ചന്ദിന്റെ നേതൃത്വത്തിലാണ് ഈ ഗുണ്ടാക്രമണം നടന്നത് എന്നതാണ് ഇരിട്ടി പോലീസ് പറയുന്നത്. ഇവർ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഇവരുടെ 3 വാഹനങ്ങളിൽ ഒരു കാറ് പെട്ടെന്ന് ഓടിച്ചു പോകുന്നതിനിടെ അവിടെ മറിഞ്ഞു. അവിടെ ആ കാറിലുണ്ടായിരുന്ന 3 പേർ മറ്റ് 2 വാഹനങ്ങളിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. 10-ലധികം പേർ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് പോലീസ് നൽകുന്ന വിവരം. 3 വാഹനങ്ങളിലായാണ് ഇവരെത്തിയത്. പോലീസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉച്ചക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം, ആ പ്രശ്നത്തിന്റെ പേരിൽ ഈ കൂടുതൽ ആൾക്കാരെ കൂട്ടി ഈ യുവാക്കൾ എത്തി. അതായത് ഒരു ഗുണ്ടാ സംഘമായി തന്നെ വന്ന് ഈ കുടുംബത്തെ തേടിയാണ് എത്തിയത്. അതിനുശേഷം അവിടെ നാട്ടുകാരെ വെല്ലുവിളിച്ചു. നാട്ടുകാരുമായി പ്രശ്നത്തിലേർപ്പെട്ടു. നാട്ടുകാർ കൂടുതൽ സംഘടിച്ചെത്തി ഇവരെ തടഞ്ഞപ്പോൾ അവരെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. അതിനിടെ ഇവരുടെ വാഹനം മറിഞ്ഞു. 5 നാട്ടുകാർക്കാണ് ആക്രമണത്തിൽ മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. അവരെ തലശ്ശേരിയിലെ ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം കൂടി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് അന്നേരമാണ് ഒരു ഇന്നോക്കാരും പിന്നെ 2-3 വണ്ടി ഏതാണെന്ന് മനസ്സിലായില്ല. ഇരുടായിരുന്നു. നമ്മളിപ്പോൾ ഇവരുടെ ഒച്ചകെട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി വന്നിട്ട് നമ്മുടെ മേത്ത് ഞാനൊരു രഞ്ജിത്തുണ്ട്, നമ്മൾ 2 മേത്തേക്ക് ഓടുന്നു. അപ്പോൾ രഞ്ജിത്ത് അങ്ങോട്ടേക്ക് മറിഞ്ഞു വീണ് ഞാൻ ഇപ്പുറത്തേക്ക് ജമ്പ് ചെയ്തു. ഭാഗ്യത്തിന് ഇത്രയേ പോകുന്നുള്ളൂ. പിന്നെ റിട്ടേൺ വരുമ്പോഴാണ് ഈ രഞ്ജിത്തിൻ്റെ മേത്തേക്ക് വണ്ടി കൊണ്ട് കയറ്റാൻ നോക്കുമ്പോഴാണ് ഞാൻ രഞ്ജിത്തിനെ പിടിച്ച് വലിച്ച് വണ്ടി കുറച്ച് നമുക്ക് സ്വാഭാവികം അങ്ങനെ തോന്നാം എന്തെങ്കിലും ചെയ്യാം. അന്നേരമായി വണ്ടി പിടിച്ചത് ഇങ്ങനെ കൈക്ക് പിടിക്കാൻ അവസ്ഥ. വല്ലാത്തൊരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ.